ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനും ദിയക്കുട്ടിയും പിങ്ക് കളറാണ് കേട്ടോ. അതുകൊണ്ട് ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് ദിയമോളുടെ സ്കൂളിൽ കളക്ടർ സാറ് വരുന്നുണ്ടല്ലോ. പിന്നെ കളക്ടർ സാറ് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നേരത്തെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് സ്കൂളിലേക്ക്. എന്നൊരു വേറെ കാര്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സ്കൂള് തുറന്ന അന്ന് മുതൽ ഞങ്ങൾക്ക് സ്കൂൾ വാനിൽ പോവാൻ കുറച്ച് ദിവസം പറ്റിയുള്ളൂ. കാരണം ദൃശ്യപ്രസവം കഴിഞ്ഞിട്ട് ദൃശ്യയുടെ വല്യമ്മയുടെ വീട്ടിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സ്കൂൾ തുറന്ന ദിവസം തൊട്ടിട്ട് ഇവിടുന്ന് സ്കൂളിലേക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സ്കൂളിലേക്ക് പോകാൻ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാനാണ് ബൈക്കിൽ കുറച്ച് ദിവസം കൊണ്ടാക്കിയത്. വാനിൽ ഒരു മൂന്ന് ദിവസം ഞങ്ങൾ സ്കൂൾ വാനിൽ പോയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിലൊരു മാറ്റം വരുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 1-ാം തീയതി തൊട്ടിട്ട്, അതായത് ഇന്ന് തൊട്ടിട്ട് വാനിൽ പോകാമെന്നുള്ളതാണ് ടീച്ചറിൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൽ വീണ്ടും ഒരു മാറ്റം വന്നു. കാരണം ഇപ്പോൾ ദൃശ്യയ്ക്ക് 33 ദിവസമായി ഇന്ന് പ്രസവം കഴിഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഏകദേശം ഒരു മാസം കൃത്യമായിട്ട് നമ്മൾ ദൃശ്യയ്ക്ക് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ണിയുടെ അപ്പി തുണികൾ തിരുമ്പലും പിന്നെ കറികൾ വെക്കലൊക്കെ ദൃശ്യമായി തുടങ്ങി. കാരണം ഞാൻ ഇത്രയും ദിവസമായിട്ട് നമ്മൾ വീട്ടിലിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും വർക്കിന് പോകേണ്ട കാര്യങ്ങളുണ്ട്. കാരണം വീട്ടിലെ ഓരോ അടവും കുറികളും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾമെൻറ്റൊക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തൊട്ടിട്ട് ഒരു വർക്കിന് ഇറങ്ങാൻ പോവാണ്. അതായത് ഇന്നലെ ഞാൻ നല്ല വർക്ക് നോക്കാൻ പോയി തൃശ്ശൂർ. അപ്പോൾ ഇന്നും ഏകദേശം അതിൻ്റെ ഒരു കാര്യങ്ങൾക്ക് തന്നെയാണ് പോണത്. അപ്പോൾ കാലത്ത് ഇങ്ങനെ വർക്കിന് പോകണതുകൊണ്ട് തന്നെ നമുക്ക് ദിയമോളേനെ സ്കൂൾ വാൻ വരിക ഒരു 8:20 8:30 ആകുമ്പോഴാണ് സ്കൂൾ വാൻ അവിടെ വരിക. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് സ്കൂൾ വാനിൽ വിടാൻ ഇവിടുന്ന് അതുവരെ നമ്മുടെ വീടിൻ്റെ അറ്റം വരെ നമുക്ക് കൊണ്ടുപോയി ആക്കാൻ ഒരാളോടെ ഇല്ല. അതുപോലെ തന്നെ സ്കൂൾ വിട്ട് വരുമ്പോഴും വാനിൽ കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനും ഇപ്പോൾ ഇവിടെ ആളില്ലാത്തതുകൊണ്ട് സ്കൂൾ വാൻ ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതായത് കാലത്ത് എനിക്ക് വർക്കിന് പോകാനുള്ള സമയം കൃത്യമാണ്. ദിയമോളേനെ ഒരു 9:30 കൂടിയിട്ട് ഞാൻ സ്കൂളിൽ കൊണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് നേരെ അങ്ങനെ തൃശ്ശൂർ പോയി വർക്കിന് പോവാം. തിരിച്ചു വരുമ്പോൾ എനിക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും കൂടിയിട്ട് മാർക്കറ്റിംഗ് ആയതുകൊണ്ട് ഞാനൊരു ഉച്ച കഴിയുമ്പോഴേക്കും എത്താൻ നോക്കും. പക്ഷെ എത്താൻ പറ്റിയില്ലെങ്കിലും കൂടിയിട്ട് എൻ്റെ സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞ് അവൻ ഓട്ടോറിക്ഷയാണ്, അപ്പോൾ അവൻ കൊണ്ടുവരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സ്കൂൾ വാൻ തൽക്കാലം ഞങ്ങൾ ഒഴിവാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു മൂഡ് ഓഫ് ദിയമോളുടെ മുഖത്തുണ്ട്, കാണാമല്ലോ. കണ്ട കുഴപ്പമുണ്ടോ? ദിയമോൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന കുട്ടി, അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ലൈഫാണ് ഞങ്ങളുടെ. ഇപ്പോൾ കാലത്തുനിന്ന് കഴിക്കാനുള്ളത് പുട്ട്, പഴം, കട്ടൻ ചായ. അപ്പോൾ ദൃശ്യ ഞങ്ങൾക്ക് ഒരു ഇതൊക്കെ ഇപ്പോൾ ഹെൽപ്പായി തുടങ്ങിയിട്ടുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. എങ്കിലും കൂടിയിട്ട് പൂർണ്ണമായിട്ട് ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല ഇതും ചെയ്യാനൊന്നും. ഉണ്ണിയുടെ കാര്യങ്ങൾക്ക് ദയ്യപ്പോൾ ദൃശ്യ കുളിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ ദൃശ്യ തന്നെയാണ് ആദ്യം കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴും ദൃശ്യ തന്നെ ഓരോ കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് 33 ദിവസം ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മുടെ വീട്ടിലെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് തന്നെ കൂടുതലേക്ക് നമുക്ക് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയായി പോവുകയാണ്. അപ്പം ഇന്നലെ ഒറ്റ വീഡിയോ ഇട്ടിട്ടില്ല. വൈകുന്നേരമാണ് ഒരു ലൈവ് ചെയ്തത്. ആ ലൈവ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു വീഡിയോ കൂടി ഞങ്ങൾ അപ്ലോഡ് ചെയ്തു. ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം അത് തന്നെയാണ്. ഇന്നലെ ഞാൻ തൃശ്ശൂരായിരുന്നു. ഒരു 3:30 വരെ കാലത്ത് പോയതാണ്. തൃശ്ശൂരായിരുന്നു. ഇപ്പോഴും അങ്ങോട്ട് പോകണമെന്നോടെ പരിപാടി ഉണ്ട്. അപ്പോൾ പരമാവധി ഞങ്ങൾ വീഡിയോ ആയിട്ട് വരും ഫ്രീ കിട്ടുന്ന ടൈമിലൊക്കെ. അല്ലാത്ത പക്ഷം നമ്മൾ ലൈവൊക്കെ ഒരുമിച്ച് വരുന്ന സമയം ലൈവ് ചെയ്യാം കേട്ടോ. ദിയമോളുടെ ഉടുപ്പ് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പുതിയ ഉടുപ്പാണ്. മാല എന്നാ മേടിച്ചു? അതെ, അച്ഛനൊരു പഴം റെഡിയാക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും ജോലിക്കൊക്കെ പോവുക. വീട്ടിലുള്ളവരൊക്കെ നമ്മുടെ വീഡിയോസ് ഫ്രീ ആകുമ്പോൾ ഒന്ന് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.
ഞങ്ങളപ്പോൾ കുറച്ച് ബിസിയിൽ പെടുന്നത് കൊണ്ടാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഡെയിലി ഒരു വീഡിയോ എങ്കിലും ഞങ്ങൾ ഇടാൻ നോക്കും. നല്ല നല്ല വീഡിയോകൾ ഞങ്ങൾ ഇനിയും ചെയ്യും. അപ്പോൾ ഓക്കെ, ഇന്ന് ചെറിയൊരു വീഡിയോ. തൽക്കാലം ഋഷി ഉണ്ണി ഉള്ളിലുണ്ട് കേട്ടോ. ഉണ്ണിവാവ ചെറുതായിട്ടൊന്ന് എണിച്ചു. അപ്പോൾ ഋഷിയ പാല് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ കാണുന്നതായിരിക്കും. ബായ് ബായ്. അപ്പോൾ ഗവൺമെൻറ് യു പി സ്കൂൾ പാർലിക്കാട്, ഇതാണ് എൻ്റെ മോളുടെ സ്കൂളിലത്തെ പരിപാടി. ഇന്നത്തെ ഹരിത വിദ്യാലയത്തിന് സാക്ഷാത്കാരണം, സംസ്ഥാനതല പുരസ്കാര നിറവിൽ പാർലിക്കാട് ഗവൺമെൻറ് യു പി സ്കൂൾ വടക്കാഞ്ചേരി നഗരസഭയുടെ സമാദരണം. 5 kV സോളാർ പ്ലാന്റ് ഉദ്ഘാടനം. 5 kV കണ്ട. ആധുനിക ടോയ്ലറ്റ് സമുച്ചയം ഓപ്പണിങ്. കളക്ടർ സാറ് വരുന്നുണ്ടെന്ന്, അർജുൻ പാണ്ഡ്യൻ. അപ്പോൾ ഇതാട്ടോ എൻ്റെ മോളുടെ സ്കൂളിൽ എത്തും. പിന്നെ അങ്ങോട്ട് നോക്കുന്നുണ്ടോ? അവിടെ കുഴിൻ്റെ ചെറിയൊരു ടാറ്റതാ അച്ഛൻ അങ്ങോട്ട് ആക്കിയാൽ എന്നിട്ട്. ഓക്കെ. ഇവിടുന്ന് കൊണ്ടുപോയല്ലേ വണ്ടി എടുക്കാനോ?